ഹലോ, നമസ്കാരം. ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, പല ആളുകളും വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. ഞാൻ കല്യാണം കഴിച്ചു, പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല മാരേജ്. കോർപ്പറേഷനിലോ ലോക്കൽ അതോറിറ്റീസിലോ ഒന്നും പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ചില മാട്രിമോണിയൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? കോടതി മുമ്പാകെ കുടുംബ കോടതി പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിലും ഒരു കസ്റ്റമറി മാരേജ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതി മുമ്പാകെ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് അലോ ചെയ്തിട്ട് മാത്രമേ പുനർവിവാഹത്തിന് സാധിക്കുകയുള്ളൂ. പലരുടെയും ധാരണ രജിസ്ട്രേഷൻ ഇല്ല, അപ്പോൾ അതൊരു വാലിഡ് മാരേജ് അല്ല, എന്നാൽ പിന്നെ എനിക്ക് എന്തോ ആവാം. പക്ഷെ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് അതൊരു പ്രോബ്ലം അല്ല. ഒരു കസ്റ്റമറി മാരേജ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാതെ രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധിക്കില്ല. കസ്റ്റമറി മാരേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും മറ്റേത് മതം, ബുദ്ധമതമോ ജൈനമതമോ ഏത് മതമായാലും അവരുടെ ജാതിന്യായ പ്രകാരം എന്തെങ്കിലും ഒരു ചടങ്ങുകൾ പ്രകാരം ആ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റ്സ് എ വാലിഡ് മാരേജ്. കുടുംബ കോടതി പോയി ഒരു കേസ് ഫയൽ ചെയ്യാതെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും ഡിസോൾവ് ആയി പോവില്ല. ഒരു ഡൈവോഴ്സ് ഉത്തരവോടുകൂടി മാത്രമേ അത്തരം ബന്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ, പുനർവിവാഹം ചെയ്യാനും സാധിക്കത്തുള്ളൂ. കസ്റ്റമറി മാരേജ് എന്ന് പറയുന്നത് ഒരു വാലിഡ് മാരേജാണ്. കസ്റ്റമറി മാരേജ് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം SNDP ഷാഖ എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അല്ലെ മുസ്ലിം ജമാഅത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ക്രിസ്ത്യൻ പള്ളിയുടേത്, അല്ലെ മറ്റെന്തെങ്കിലും SNDPയോ NSSോ അങ്ങനെ എവിടുന്നെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഇറ്റ്സ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദി കസ്റ്റമറി മാരേജ്. ഇതെല്ലാം അതിന് പര്യാപ്തമായ ഡോക്യുമെൻറ്റ്സാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും നമ്മൾ കേസിനകത്ത് സാക്ഷികൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ജനപ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് വിസ്തരിച്ച് കഴിഞ്ഞാൽ ആ മാരേജിന് കൂടിയവർ, ഇപ്പോൾ മാരേജിൽ എന്തെല്ലാം എവിഡൻസ് ഉണ്ടാവും, അമ്പലവണയെല്ലാം രജിസ്റ്ററിൽ എൻട്രി ചെയ്യും, അങ്ങനെ പല ഫോർമാലിറ്റീസും ഉണ്ടല്ലോ. ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ നടന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഓഡിറ്റോറിയം റെക്കോർഡിൽ അതുണ്ടാവും. പിന്നെ വീടുകളിലൊക്കെ വെച്ച് നടക്കുന്ന കല്യാണത്തിനേ ഉള്ളൂ അത്തരം ഒരു റെക്കോർഡ് ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ആ വിവാഹത്തിൽ പങ്കെടുത്തവരുടെ മൊഴികൾ അവരെ വിറ്റ്നസ്സായിട്ട് കൊണ്ടുവരാം, ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്, മറ്റെന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ റേഷൻ കാർഡിൽ ചിലപ്പം നെയിമുണ്ടാവും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കളുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഹസ്ബൻഡിൻ്റെ പേരുണ്ടാവും. ഇത്തരത്തിലുള്ള ഓരോ ഡോക്യുമെൻ്റ് ആധാറിനകത്തുണ്ടാവും ഹസ്ബൻഡിൻ്റെ, അങ്ങനെ ഏത് ഡോക്യുമെൻ്റ് വഴി വേണേലും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഡൈവോഴ്സ് ചെയ്തിട്ട് ശേഷം മാത്രമേ പുനർവിവാഹം സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ IPC സെക്ഷൻ 494 പ്രകാരം ബൈഗമി, അത് പ്രകാരം അതൊരു ഒഫൻസാണ്, അതൊരു പണിഷബിൾ ഒഫൻസാണ്.